നമസ്കാരം. നമ്മുടെ ഈ ഭാരതത്തിൽ കുറച്ചു കാലമായി പോഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നീട് ബോധപൂർവം ആളിക്കത്തിക്കുകയും ചെയ്ത ഒന്നാണ് ഗോവധത്തെ ചൊല്ലിയിട്ടുള്ള വിവാദങ്ങൾ. നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ മൃഗസ്നേഹത്തിൻ്റെയോ, ഈ മൃഗം ഏത് എന്നുള്ളതല്ല, ഏത് മൃഗമോ ഏത് പക്ഷിയോ ആയിക്കോട്ടെ, അതിനെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അതിൻ്റെ അതിർവരമ്പുകളെ ഒക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ക്രൂരമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രയാസവും ഒരു യാഥാർത്ഥ്യവും. ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ എല്ലാ കാലത്തും വേട്ടയാടപ്പെടുന്നതോ വിചാരണ ചെയ്യപ്പെടാനോ ഒക്കെ വിധിക്കപ്പെട്ടത് ആരാ? ഒരു പ്രത്യേക ജനവിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അവരാണ് ആ നിലയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തെരുവിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോഴും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാക്കപ്പെടുമ്പോഴുമൊക്കെ ആരും ചോദിക്കാത്ത ചില മൗലികമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പശുവിനെ അറുത്തേ പറ്റൂ, പശുവിനെ അറക്കണം എന്നോ ഇനി അതല്ലെങ്കിൽ ഗോവധം നിർബന്ധമാക്കണം എന്നോ എവിടെയെങ്കിലും ബാധിച്ചായിട്ട് ഇങ്ങ് കാണാൻ പറ്റും? പശുവിനെ അറക്കണമെന്ന് ഏതെങ്കിലും മുസ്ലിം പറഞ്ഞിട്ടുണ്ടോ? ഗോവധം നിർബന്ധമാക്കണമെന്ന് ഏതെങ്കിലും മുസ്ലിം ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവേദിയിൽ നിന്നോ അങ്ങനെ ഒരു ആഹ്വാനം ഉയർന്നു വന്നതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല എന്നതാണ് നേര്. എന്നിട്ടും എന്തിനാണ് ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണ് എന്ന മട്ടിലെ നിരന്തരം പ്രചരണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടിയോ കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്ന പാവപ്പെട്ട കർഷകനും കച്ചവടക്കാരനും നിരന്തരം ഭയത്തിൻ്റെ നിഴലിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് എന്തൊരു ഘട്ടമാണ്, എത്രത്തോളം ഭീകരമാണ്. ഇവിടെയാണ് ഇതിന് പിന്നിലെ കപടതയും ഇരട്ടത്താപ്പും ഒക്കെ വെളിപ്പെടുന്നത്. ഒരു വശത്ത് പശുവിൻ്റെ പേരിൽ സാധാരണ മനുഷ്യരെ അടിച്ചു കൊല്ലുമ്പോൾ മറുവശത്ത് ഇന്ത്യയിൽ നിന്ന് ലോക രാജ്യങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ടൺ ബീഫ് കയറ്റുമതി ചെയ്യപ്പെടാണ്. ശതകോടികളുടെ ബിസിനസ്സാണ് ഇതിൻ്റെ പേരിൽ നടക്കുന്നത്. ഈ വൻകിട കയറ്റുമതിശാലകൾ ആരുടേതാ? അവിടെ അറുത്തു തള്ളപ്പെടുന്ന മൃഗങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവർക്ക് തുച്ഛമായ വിലയ്ക്ക് കന്നുകാലികളെ എത്തിച്ചു കൊടുക്കാൻ സാധാരണക്കാരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും തകർക്കുന്ന ഒടുക്കത്തെ തന്ത്രമല്ലേ ഇവിടെ ഈ ഗോവധത്തിൻ്റെ പേരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ രാജ്യത്ത് സമാധാനം പുലരണമെന്നും ഈ വിവാദങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള അറുതി വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണ്. ഇന്ത്യയിൽ ഒരു ഒറ്റ പശു പോലും പിന്നെ കൊല്ലപ്പെടില്ല. ബീഫ് എന്ന് പറയുന്നത് അങ്ങനെ കയറ്റുമതി അങ്ങോട്ട് നിരോധിക്കുക. ബീഫ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യേണ്ട, കയറ്റുമതി നിരോധിക്കുക. കോടികൾ കൊയ്യുന്ന വൻകിട കയറ്റുമതി ലോബികളുടെ വാതിലങ്ങൾ കൊട്ടിയടയ്ക്കുക. ഒരു ഒറ്റ പശു പിന്നെ ഇവിടെ കൊല്ലപ്പെടില്ല. കയറ്റുമതി നിലച്ച ലാഭകൊതിയന്മാരുടെ പേരിൽ നടക്കുന്ന കന്നുകാലി ചൂഷണങ്ങളും അതോടൊപ്പം സാധാരണ ജനങ്ങളെ കരുവാക്കി നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകളൊക്കെ അവസാനിച്ചു പോവും. അതുകൊണ്ട് അത് ചെയ്യില്ല. തങ്ങളുടെ വിശ്വാസത്തിലോ ആചാരങ്ങളിലോ നിർബന്ധമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു ജനതയെ മുഴുവൻ അപരവൽക്കരിക്കുകയും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് കടുത്ത അനീതിയാണ്. ലാഭമുണ്ടാക്കുന്നത് വൻകിട വ്യവസായികളും ശിക്ഷ അനുഭവിക്കുന്നത് നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുമാകുന്ന ഈ ഒരു വിരോധാഭാസം തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? മനുഷ്യജീവനേക്കാൾ വില മറ്റൊന്നിനും കൽപ്പിക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. സാധാരണ മനുഷ്യരുടെ നെഞ്ചത്തേക്ക് കയറി രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം കയറ്റുമതി ഉൾപ്പെടെയുള്ള ലാഭ കച്ചവടങ്ങൾ നിർത്തിവെച്ച് യഥാർത്ഥ ആത്മാർത്ഥത, യഥാർത്ഥ മൃഗസ്നേഹം തെളിയിക്കാൻ അധികാരികൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഗോവധ നിരോധനം അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഒരൊറ്റ പശുവും ഇവിടെ കൊല്ലപ്പെടരുത്, അല്ലെങ്കിൽ ഒറ്റയാണ് ഇവിടെ കൊല്ലപ്പെടരുത്. അങ്ങ് നിരോധിച്ചേക്കണം. എന്തിനാണ് ഇങ്ങനെ ബീഫ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ്റെ സ്വൈരജീവിതവും സമാധാനവുമാണ് ഏത് കച്ചവടത്തെക്കാളും വലുത്. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ അനീതികൾക്ക് അവസാനം ഉണ്ടാകൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ നെഞ്ചത്ത് കയറിയിട്ടോ അവൻ തിന്നുന്ന ബീഫിൻ്റെ കണക്ക് വെച്ചിട്ടൊന്നുമല്ല ഇവിടുത്തെ സമാധാനം അളക്കേണ്ടത്. നോക്കൂ, കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ അതിൻ്റെ 2-3 ദിവസം മുമ്പ് പശ്ചിമ ബംഗാളിൽ നടന്നത് നമ്മളെല്ലാം കണ്ടല്ലേ. അവിടുത്തെ മുസ്ലിം സമൂഹം ഒന്നായിട്ട് ഗോവധത്തിനെതിരെ അങ്ങോട്ട് ഇറങ്ങി. പശുവിനെ അറക്കാൻ പാടില്ല, പശുവിനെ കാളയെന്ന് അറക്കാൻ പാടില്ല അങ്ങ് തീരുമാനിച്ചു. കന്നുകാലികൾ നിങ്ങൾ അറക്കണ്ട അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് അവിടെ ബുദ്ധിമുട്ടിയത്? മനസ്സിലാക്കണം. അത്തരത്തിൽ അവരുടെ അറബുമാടുകൾ വിൽക്കപ്പെടാതെ നിൽക്കുമ്പോൾ അത് ചുളുവിലയ്ക്ക് അടിച്ചു മാറ്റി കയറ്റുമതി ചെയ്ത് കോടികളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോവധ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ പറയാതെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ? അപ്പോൾ അതല്ല, ഗോവധം നിരോധിക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് കയറ്റുമതി നിരോധിച്ചേക്കണം. എന്താ അത് പറ്റാത്തത്? അതും കൂടെ ചെയ്യണം. സത്യത്തിൽ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമുണ്ട്, അല്ലെങ്കിൽ എല്ലാം മന്നോ നെഞ്ചത്തേക്ക് ഇരിക്കട്ടെ എന്ന മട്ടിൽ കുറേ മുസ്ലിം സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ബീഫ് കയറ്റുമതി ചെയ്യാം, നമുക്കിവിടെ എന്തും ചെയ്യാം, എല്ലാം അവൻ്റെ നെഞ്ചത്തേക്ക് എടുത്ത് വെച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരവസ്ഥ ഇവിടെ സംജാതമാക്കിയിട്ടുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടവരാ, ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. അവരെയാണ് നിങ്ങൾ ദേശദ്രോഹികളും ഭീകരവാദികളും അതുപോലെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുമൊക്കെ ആക്കി മാറ്റി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.